രണ്ട് പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. രണ്ട് പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. വായിച്ച ഭേദഭാഗത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. 1996 ജൂൺ മാസത്തിലാണ് 6-ാം തീയതിയാണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് നോർത്ത് ഇന്ത്യയിൽ കടന്നു പോകാനിടയായിത്തീർന്നത്. അവിടെ കടന്നു ചെന്നതിന് ശേഷം ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചു. എന്നാൽ ഈ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ആത്മീയ വർധനവിന് വേണ്ടി, ഉത്സാഹത്തിന് വേണ്ടി മാത്രമാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ഈ സാക്ഷ്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അവിടെ വിവാഹത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കർത്താവിന് വേണ്ടി, എൻ്റെ ഭാര്യ ഷീജ ജോസ്, അവൾ ചെങ്ങന്നൂരുകാരിയാണ്, ഞാൻ തിരുവനന്തപുരത്താണ്. പക്ഷേ എങ്കിൽ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കടന്ന് എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മോള് അക്സ, അവള് BA സൈക്കോളജി 3rd ഇയർ പഠിക്കുന്നു. രണ്ടാമത്തെ മോന് ജോയൽ, അവന് 11ാം ക്ലാസ്സിൽ ഇപ്പോൾ ഒട്ടൻചിത്രം എന്ന കോളേജിൽ, ക്രിസ്ത്യൻ കോളേജിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെയും പേര് അതിനകത്തുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കടന്നതിന് ശേഷം ഒത്തിരി പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പല പ്രാവശ്യം പോലീസിനാൽ ഉപദ്രവവും, പല പ്രാവശ്യം RSSും BJP ആയിട്ടുള്ള അവരുടെ ഉപദ്രവവും ഒക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഒരുപക്ഷെ ഞാൻ എൻ്റെ സാക്ഷ്യം ചുരുക്കത്തിൽ പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും, ഫത്തേപൂർ എന്ന ഡിസ്ട്രിക്റ്റിൽ UPയിൽ, ഇവിടെ നരംപരിവർത്തനത്തിൽ UPയിൽ ആദ്യം 2022 ഏപ്രിൽ മാസം 14-ാം തീയതി 68 പേരെ ഞങ്ങൾ ഒരുമിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തതായ ഒരു കേസ് ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ബ്രോഡ്വെൽ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ, അതായത് ഇമ്മാനുവൽ ഹോസ്പിറ്റൽ അസോസിയേഷന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ബ്രോഡ്വെൽ ക്രിസ്ത്യൻ ഹോസ്പിറ്റലിലാണ് എൻ്റെ വൈഫ് ജോലി ചെയ്യുന്നത്. അവിടെയാണ് ഞങ്ങൾ താമസിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അവിടെ ഞങ്ങൾ താമസിക്കവേ തന്നെ ഞാൻ കർത്താവിൻ്റെ വേല ആ വില്ലേജുകളിൽ പ്രവർത്തിച്ചു. ഏകദേശം 4 ഡിസ്ട്രിക്റ്റിനകത്ത് കർത്താവിൻ്റെ കൃപയാൽ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു. 38 പേര് വർക്കേഴ്സ് കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് നൽകി. ഇപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ വെറും 3 പേര് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷേ എങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ 38 പേര് കർത്താവിൻ്റെ കൃപയിൽ വേലക്കാരെ വളർത്തിയെടുക്കുവാൻ, നോർത്ത് ഇന്ത്യക്കാരെ വളർത്തിയെടുക്കുവാൻ കർത്താവ് ഇടയാക്കി. 400-ലധികം പേരെ ഇന്ന് ചേലകൾ, വിശ്വാസികളായി അല്ലെങ്കിൽ ഡിസൈപ്പിളായിട്ട് എനിക്ക് അവരെ തിരഞ്ഞെടുക്കാൻ കർത്താവ് കൃപയാൽ ഇടയായിട്ടുണ്ട്. അതിന് ആയിരക്കണക്കിന് ആൾക്കാരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിൻ്റെ കൃപയാൽ എന്നെ സഹായിച്ചു. എന്നാൽ എല്ലാ മാസത്തിലും ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. 3 ദിവസം ഉപവാസ പ്രാർത്ഥന, 3 ദിവസത്തെ ബൈബിൾ സ്റ്റഡി, ഇങ്ങനെ പല രീതിയിലും ഞങ്ങൾ അവിടെ ക്രമീകരിക്കുന്നുണ്ടായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ ഞങ്ങൾ കൺവെൻഷൻ വെക്കുമായിരുന്നു. അതിനകത്ത് 3000 പേര്, 2000 പേര് ഇങ്ങനെ പല പ്രാവശ്യങ്ങളായി കടന്നു വന്ന് ആരാധിക്കുകയും ചെയ്തു. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ അവിടെ കർത്താവിൻ്റെ വേല വളരെ ശക്തമായി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ 2022 ഏപ്രിൽ മാസത്തിൽ പെട്ടെന്ന് ഒരു പ്രയാസമാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിടയായി. 2022 1 മാസം മുതൽ, അതായത് ജനുവരി മാസം മുതലേ ഞങ്ങളെ 8 പേരെ, ഞങ്ങളുടെ വർക്കേഴ്സിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് വിടുവാനിടയായി തീർന്നു. അതിനു മുമ്പ് എനിക്ക് ഒത്തിരി 2018 എനിക്ക് വലിയ ഉപദ്രവം ഉണ്ടായി. ഞാൻ ഏകദേശം 18 പേരെ സ്നാനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്നാനം കൊടുത്ത് ഇങ്ങനെ കയറി വരുന്ന വഴി തന്നെ 40-ലധികം പേര് കടന്നു വന്ന് എന്നെ ഉപദ്രവിപ്പാനിടയായി. എന്നെ ഒത്തിരി ഉപദ്രവിച്ചു. ഞാൻ താഴെ വീണു, ബോധവസ്ഥനായി തീർന്നുവെങ്കിലും എന്നെ ദൈവം അവിടെ നിന്ന് എന്നെ കയറ്റി. ഒരു കേസുമില്ലാതെ കർത്താവ് എന്നെ വിടുവിച്ചു. ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം വീണ്ടും ശാരീരികമായി ഒത്തിരി ക്ഷീണത്തിലായിരുന്നു. കർത്താവ് എന്നെ വിടുവിച്ചു. അതിനു മുമ്പും ഒത്തിരി പ്രാവശ്യം എനിക്ക് അടിയേറ്റിട്ടുണ്ട്. അതിന് 3-4 പ്രാവശ്യം ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടി. പക്ഷേ എങ്കിൽ 2023 ഫെബ്രുവരി മാസം 8-ാം തീയതി അവരെന്നെ അറസ്റ്റ് ചെയ്തു, ജയിലിലേക്ക് കൊണ്ട്. ഏകദേശം 5 മാസത്തോളം ഞാൻ ജയിലിൽ അരിപ്പാനിടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. ജയിലിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ജയിലിനകത്തും കാണുവാനിടയായി തീർന്നു. ജയിലിനകത്ത് നമ്മൾ സൗത്ത് ഇന്ത്യൻ പോലെയല്ല. നോർത്ത് ഇന്ത്യയിൽ സംബന്ധിച്ചോളം അവിടുത്തെ ആഹാരത്തിന് ഒത്തിരി വ്യത്യാസമുണ്ട്, ഒത്തിരി പീഡനങ്ങളുണ്ട്. അവിടെ നമ്മളോട് ഭാഷകളിൽ സംസാരിക്കുന്ന മലയാളികൾ ആരുമില്ല. പക്ഷെ തന്നെ ജയിലിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഒത്തിരി ആവശ്യമില്ലാത്ത വാക്കുകൾ
തെറ്റായ രീതിയിൽ നമ്മളെ കാണുകയും നമ്മളെ ഉപദ്രവിക്കുകയും നമ്മളെ വേർതിരിച്ച് കാണുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് കഴിഞ്ഞ 5 മാസം ജയിലിനകത്ത് ഞാൻ അനുഭവിച്ചത്. പക്ഷേ എങ്കിൽ ഒരു കാര്യത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവ എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുവാൻ കർത്താവിൻ്റെ കൃപയാൽ വന്നില്ല. യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ദൈവം സഹായിക്കും. ഇവിടെ ആരാധന ലീഡ് ചെയ്തപ്പോൾ ദൈവദാസി പറഞ്ഞല്ലോ, കർത്താവ് നമ്മളെ കൂടിയുണ്ട്, കർത്താവ് നമ്മളെ സഹായിക്കുന്നു. താങ്ക് യു. കർത്താവ് നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ. എന്നാൽ നിങ്ങളുടെ വിശ്വാസത്തിന് ഭംഗം വരാതെ ക്രിസ്തുവിന് വേണ്ടി നിൽപ്പാനിടയായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2018 മാർച്ച് മാസത്തിൽ എന്നെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം എനിക്കൊരു ദർശനം നൽകി. എൻ്റെ ആലയത്തിൽ ചെയ്ത് പണി തീർക്കുവോളം നിനക്കൊരു അബദ്ധം കടന്നു വരികയില്ല എന്ന്. ആ വാഴ്ത്തത്തെ പ്രകാരം ഞാൻ അവിടെ നിൽപ്പാനിടയായി തീർന്നു. എന്നാൽ അതിനുശേഷം എൻ്റെ മൊബൈലും, എൻ്റെ 2 മൊബൈലുണ്ടായിരുന്നു, അതും അവരെടുത്തു. അതിനകത്ത് ആയിരക്കണക്കിന് ഫോട്ടോസ് സ്നാനം കൊടുത്തതിന് ഉണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു, എന്തെങ്കിലും സംഭവിക്കുമെന്ന്. പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ വലിയ കൃപ എന്ന് പറയട്ടെ, അതിനുശേഷം ഞാനൊന്ന് ശാന്തമായി, എല്ലാവരും വളരെയധികം ശാന്തമായി എന്ന് വിശ്വസിച്ചു. 2022 ആയപ്പോഴത്തേക്ക് ഓരോ ദിവസവും ഞങ്ങളുടെ വർക്കേഴ്സിനെ പിടിച്ചുകൊണ്ട് പോകുന്ന അനുഭവം ഇടയായിത്തീർന്നു. അത് ഞങ്ങൾ കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ എന്താണ് അങ്ങയുടെ ആലോചന, എന്താണ് അങ്ങയുടെ ഉദ്ദേശം, അത് ഞങ്ങൾ വെളിപ്പെടുത്തണം. 2022 ഏപ്രിൽ മാസം 14-ാം തീയതി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ചർച്ചല്ല അത്, പക്ഷെ അതൊരു വേറൊരു ചർച്ചിലാണ് പ്രെയർ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരുമിച്ച് ടീം അവിടെ പ്രെയറിനായി കടന്നു പോകുമ്പോൾ ഏകദേശം 68 പേരെ ഒരുമിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകാനിടയായിത്തീർന്നു. അവരവിടെ കൊണ്ടുവന്നപ്പോൾ കൊച്ചുകുട്ടി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവരെയൊന്നും വിടത്തില്ലായിരുന്നു. പക്ഷെ അതിൽ 29 പേരെ ജയിലിലേക്ക്, ആമ്പിള്ളേരെ ജയിലിലേക്ക് വിടണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ 29 പേരെ ജയിലിലേക്ക് വിട്ടെങ്കിലും ഞങ്ങൾ അന്ന് തന്നെ അവരെ അവിടെ നിന്ന് ജയിലിൽ നിന്ന് ഇറക്കുവാനുള്ള ഒത്തിരി പ്രയാസം, പക്ഷേ അവർ സമ്മതിച്ചില്ല. അതിനുശേഷം പിറ്റേ ദിവസത്തേക്ക് ഞങ്ങൾ അവിടെ കടന്നുപോയി അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഞങ്ങൾക്ക് ബെയിൽ തരത്തില്ല എന്ന് പറഞ്ഞതെങ്കിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം എന്ന് പറയട്ടെ, ഞങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ ബെയിൽ കിട്ടുവാനിടയായിത്തീർന്നു. അതെല്ലാം കഴിഞ്ഞിരിക്കവേ തന്നെ പെട്ടെന്ന് പോലീസ് ഞങ്ങളുടെ ക്യാമ്പസിനകത്ത് കടന്നു വരികയും ഭയാനകമായ രീതിയിൽ ഞങ്ങൾക്കെതിരായി സംസാരിക്കാൻ ചെയ്യാനിടയായിത്തീർന്നു. നിങ്ങളുടെ ഇടയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്, നിങ്ങൾ ബൈബിൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ സുവിശേഷം അറിയിക്കുന്നുണ്ട്, അനേകർ യേശുവിനെ അറിയുന്നുണ്ട്. 2.5 ലക്ഷം പേര് യേശുവിനെ എങ്ങനെ അറിഞ്ഞു എന്നൊരു ചോദ്യം എന്നെ പിടിച്ചു വെച്ചിട്ട് പോയി. അതിന് നീ മറുപടി നൽകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എനിക്കറിയത്തില്ല, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം മറുപടിയൊന്നും നമുക്ക് അവരോട് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ എങ്കിൽ ഒരു കാര്യത്തിൽ അവരെന്നോട് പറഞ്ഞു, 2 ലക്ഷം പേര് ഇപ്പോഴും യേശുവിനെ അറിഞ്ഞെങ്കിൽ വരും അടുത്ത വർഷം 5 ലക്ഷം, അങ്ങനെ 5 വർഷത്തിനകം എത്ര ലക്ഷം പേര് യേശുവിനെ അറിയുമെന്നറിയായി. അവരെൻ്റെ മുമ്പിൽ കണക്ക് ചോദിപ്പാനിടയായി. ഞാൻ മിണ്ടിയില്ല, ഞാൻ മൗനം വീശി. എന്നാൽ യേശു കർത്താവിനെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ ഒരു കുഞ്ഞാടെന്ന രൂപേണ മൗനമായി വീക്ഷിച്ചതുപോലെ ഞാൻ അവരുടെ മുമ്പിൽ ഒരക്ഷരം മിണ്ടാതെ മൗനം. കർത്താവിനറിയാം നമ്മൾ ചെയ്ത വേല എന്താണ്, മറ്റുള്ളവർ അറിയിക്കാനല്ല, മറിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിന് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ ഒത്തിരി പ്രയാസങ്ങൾ, ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി നിന്ദകൾ, ഒത്തിരി അപമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചെന്ന് വരാം. കർത്താവിന് വേണ്ടി നിന്നാൽ വീണ്ടും കർത്താവ് അധികം ഫലം നൽകി നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ, ഒന്ന് ദൈവത്തെ ഒന്ന് മാറ്റപ്പെടുത്താമോ? ഹല്ലേലൂയ. ഞാൻ കർത്താവിന്റെ കൃപയാൽ 2 കുഞ്ഞുങ്ങളെ 2 ആക്കാനുള്ള കാരണം 2018 അവർ എന്നെ ഉപദ്രവിച്ചപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ കടന്നു ചെന്നിട്ട് പറഞ്ഞു, നിന്റെ അപ്പനോട് പറഞ്ഞേക്കണം ഇവിടെ സുവിശേഷ വേല നടക്കത്തില്ല, അതുകൊണ്ട് അഥവാ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 2 പേരെയും കൊന്നുകളയുമെന്ന് പറയാനിടയായി. അത് കേട്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സൊന്ന് പതറി. ആ വർഷത്തിന്റെ അവസാനം അവരുടെ റിസൾട്ട് പാസ്സായ ഉടനെ തന്നെ എൻ്റെ മോളെയും മോനെയും 2 ഇടങ്ങളിലേക്ക് മാറ്റുവാനിടയായി. അതുകൊണ്ട് എന്ത് പറ്റി, ഈ 2022 14-ാം തീയതി ഏപ്രിൽ മാസം നടന്ന ആ അപകടത്തിൽ എൻ്റെ 2 കുഞ്ഞുങ്ങളുടെ പേര് വന്നിട്ടില്ല, മറ്റെല്ലാവരുടെയും പേര് അതിനകത്ത് കടന്നു വന്നു. ദൈവത്തിന്റെ കൃപ എന്ന് പറയട്ടെ, ഞാൻ ജയിലിൽ ചേർന്നതിന് ശേഷം അവരെൻ്റെ ഭാര്യയെ വിടുവിട്ടില്ല. അവർ രാത്രിയിലും പകലും ഒക്കെയും എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരാനിടയായി. നിന്നെ അറസ്റ്റ് ചെയ്യണം, നിന്നെ ജയിലിലാക്കും, എന്നോട് ചലഞ്ച് ചെയ്തു. നിന്റെ ഭാര്യയെ കൂടെ ഞാൻ അറസ്റ്റ് ചെയ്ത് ജയിലിനകത്താക്കും, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെടുത്തും. പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീണ്ട വർഷങ്ങളോട് ഞാൻ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്തത് എൻ്റെ തലമുറകളെ നശിപ്പിക്കാനല്ല, ദൈവത്തിന്റെ കൃപയാൽ അവർ അനുഗ്രഹിക്കപ്പെടാനാണ്. എനിക്ക് നിന്ന കടന്നു വന്നാലും ഞാൻ യേശുവിനെ നോക്കുന്നു, എനിക്ക് പ്രതികൂലം കടന്നു വന്നാലും ഞാൻ യേശുവിനെ നോക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. 2021 എൻ്റെ വൈഫിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി. അത് കാരണമാണ് ഞങ്ങൾ ഇവിടെ കടന്നു വരാനിടയായി തീർന്നത്.
അതെന്ന് പറഞ്ഞാൽ കിഡ്നിയിൽ നിന്ന് ബ്ലാഡറിലേക്ക് പോകുന്ന ഒരു ട്യൂബുണ്ട്. ആ ട്യൂബ് ഒത്തിരി നാരോ ആയി, ഒത്തിരി അങ്ങ് ചെറുതായി പോയി. അത് ഉണങ്ങിപ്പോയതിന്റെ പേരിൽ അതിനകത്തൂടെ ഫ്ലൂയിഡ് കടന്നു പോകുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഇതിന് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയാനിടയായി. നമ്മൾ എറണാകുളത്തുള്ള ഒരു ഡോക്ടറെ കാണിക്കാനിടയായി. അവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ 5 ലക്ഷം രൂപയാവും. ഞങ്ങൾക്ക് 5000 രൂപ കയ്യിലെടുക്കാത്ത ഞങ്ങൾ 5 ലക്ഷം രൂപ എങ്ങനെ അടയ്ക്കും? ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി. ദൈവം ഒരു വഴി തുറന്ന് CMC വെള്ളൂർ വന്ന് കാണിക്കാൻ പറഞ്ഞു. ഇവിടെ വന്ന് കാണിച്ചു. ഞങ്ങളെ സഭകളും മറ്റ് വിശ്വാസികൾ എല്ലാവരും ഈ പ്രാർത്ഥന വിഷയങ്ങൾ വെച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മറുപടി നൽകിയത്, ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട, 5-6 മാസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, ഇപ്പോൾ ചെറിയ ഒരു വ്യത്യാസം അതിനകത്ത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ ദൈവത്തെ സ്തുതിപ്പാനിടയാ. അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്നു പോയതിനു ശേഷം ഞങ്ങൾ വീണ്ടും ഈ കേസുമായി ബന്ധത്തിൽ ഞാൻ 5 മാസം ജയിലിലായിരുന്നപ്പോൾ അവർ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒന്നും കഴിക്കത്തില്ല, രാത്രിയിൽ മാത്രം ഭക്ഷണം കഴിച്ച് ശരീരത്തിൽ വെള്ളമില്ലാതെ ആയിരുന്നപ്പോൾ ശരീരം ഒത്തിരി ഉണങ്ങുവാനിടയായി. ഒത്തിരി പ്രയാസം അനുഭവിച്ചു. രാത്രിയും പകലും ഒക്കെ പോലീസ് കടന്നു വരുമ്പോൾ അവൾ കതവ് പൂട്ടിയിട്ട് രാത്രിയിൽ ഇറങ്ങി ഓടുമായിരുന്നു. ആ അനുഭവത്തിൽ ഇരിക്കവേ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി ജൂൺ മാസം 27-ാം തീയതി ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്നു. 27-ാം തീയതി ഞാൻ പുറത്തിറങ്ങി വന്നതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ട്, പപ്പ എനിക്ക് വയറിന് വേദനയുണ്ട്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന്. പക്ഷെ ഞങ്ങൾ ഇറങ്ങി വന്നതിന് ശേഷം ഒത്തിരി ആദ്യമായി, കാരണം ഇറങ്ങി വന്നോടനെ തന്നെ 4 കേസും കൂടെ എനിക്കെതിരായി കടന്നു വന്നു. എനിക്കെതിരെ FIR എഴുതി. കാരണം ഞാൻ എഴുതിയ പാട്ടുപുസ്തകം മറ്റുള്ളവർക്ക് അവരുടെ എത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പേര് അതിനകത്തുണ്ട് എന്ന് കണ്ടപ്പോഴത്തെ UP ഒത്തിരി പ്രശ്നങ്ങൾ, പല സഭകൾ പൂട്ടുവാനിടയായി. ഞാൻ താമസിക്കുന്നിടയിൽ തന്നെ ഒത്തിരി ആലയങ്ങളെ പൂട്ടിക്കഴിയുവാൻ കർത്താവ് ഇടയായി തീർന്നു. പക്ഷേ എങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ അത് ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ദൈവകൃപയാൽ സഭ വളരുവാൻ തുടങ്ങി. എന്നാൽ പ്രവർത്തനങ്ങൾ ഒത്തിരി നടക്കുന്നെങ്കിലും എൻ്റെ വൈഫിന് ആ പ്രശ്നങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിപ്പാനിടയായി. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, പപ്പ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ഡിസംബർ മാസത്തിലായപ്പോഴത്തേക്ക് അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് CMC വെള്ളൂരിലേക്ക് റെഫർ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ CMC വെള്ളൂരിലേക്ക് റെഫർ ചെയ്തു. ഞങ്ങൾക്ക് ആദ്യം ജനുവരി മാസം 23-ാം അപ്പോയിന്റ്മെന്റ് ഞങ്ങൾക്ക് ലഭിച്ചത്. അത് 23-ാം തീയതി അപ്പോയിന്റ്മെന്റ് ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വിജയിപ്പിച്ച് ഈ വേദന സഹിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ഡോക്ടറുടെ അടുക്കൽ കടന്നു വന്നിടയായി. അവിടെ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 16-ാം തീയതിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു നോക്ക്, 13-ാം തീയതി ഞങ്ങൾക്ക് അവിടെ തിരിക്കണമെന്ന്. വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഞങ്ങൾ 13-ാം തീയതി അവിടെ തിരിച്ചു. ഞങ്ങൾ 16-ാം തീയതി ഇവിടെ വന്ന് ഞങ്ങൾ കാണിച്ചപ്പോൾ പഴയ ഡോക്യുമെന്റ്സ് ആണ് ഞങ്ങളുടെ കയ്യിൽ ഡോക്ടർ കണ്ടത്. പക്ഷേ എങ്കിൽ ഡോക്ടർ പറഞ്ഞു 16-ാം തീയതി, 17-ാം തീയതി, 18-ാം തീയതി ഒരു 3 ടെസ്റ്റ് ഉണ്ട്. ഈ എല്ലാ ടെസ്റ്റും നമ്മൾ ചെയ്തതിന് ശേഷം 19-ാം തീയതി കടന്നു വരണം. 19-ാം തീയതി ഞങ്ങൾ കടന്നു ചെന്നപ്പോഴത്തേക്ക് എല്ലാ ടെസ്റ്റും ചെക്ക് നോക്കിയപ്പോഴാണ് അറിയുന്നത് കിഡ്നിക്കകത്ത് ആ ട്യൂബിനകത്തുള്ള പ്രോബ്ലം അല്ലാതെ തന്നെ 2 കിഡ്നി സ്റ്റോണുടെ അതിനകത്തുണ്ടെന്ന് പറയാനിടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നിട്ടും ഡോക്ടർ പറഞ്ഞ് നമ്മൾ മറ്റു മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കല്ല് അതിൽ യൂറിനിൽ കൂടി കടന്നു പോകണമെങ്കിൽ അതിന് ഇച്ചിരി പ്രോബ്ലം വരും. കാരണം ആ പൈപ്പ് വളരെ നാരുവായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിൽ പ്രാർത്ഥിക്കുന്നു, ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ ശക്തനാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ മധ്യയുണ്ട്. ഞാൻ UP അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഏപ്രിൽ മാസം നടന്ന ഈ സംഭവത്തോടനുബന്ധിച്ച് ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 19-ാം തീയതി എൻ്റെ വൈഫിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അതേ ദിവസം തന്നെ എൻ്റെ കേസിന്റെ വിധി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ വാഹനവും എൻ്റെ ലാപ്ടോപ്പും എൻ്റെ മൊബൈലും എല്ലാം അവരുടെ കൺട്രോളിലായി പോയി. പക്ഷേ ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ കൂടുന്നു വന്നെങ്കിൽ ദൈവത്തിനെ വളർത്തുവാൻ ദൈവത്തിന് കഴിയും, ദൈവത്തിന് ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. കർത്താവ് അത്ഭുതം ചെയ്യുവാൻ ശക്തനാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ മേൽ ദൈവം അത്ഭുതം ചെയ്യും. UP മാത്രമല്ല, എല്ലാ സ്റ്റേറ്റിനകത്തും 29 സ്റ്റേറ്റിനകത്തും ദൈവത്തിന് വലിയ പ്രവർത്തിപ്പാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. അവൻ എത്ര നല്ലവനാണ്, വിശ്വസ്തനായ ദൈവമാണ്, അവൻ കൈവിടാത്ത ദൈവമാണ്. സ്തോത്രം.
ഇത്രയൊക്കെ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഇനിയിപ്പം നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കണോ, അതോ നിങ്ങളെങ്കിലും കേരളത്തിൽ പോയിക്കൂടെ? ഒത്തിരി സഭകളുണ്ടല്ലോ, ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ വിളിച്ചത് നോർത്ത് ഇന്ത്യയിലേക്കാണ്. ഞാൻ വീണ്ടും അവിടെ കടന്നു ചെന്നപ്പോഴത്തേക്ക് എന്നെ പലരും ചോദിച്ചു, സാറാ വന്നു, വന്നു. എന്നെ പോലീസുകാർ വരെ എന്നെ ഒത്തിരി പേര് പരിചയമുണ്ട്. അവരെന്നോട് ചോദിച്ചു, ആ കഹാരത്തെ എന്നോട് ചോദിച്ചു, എവിടെയാ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇന്നടത്താണ് താമസിക്കുന്നത്. കാരണം ഞങ്ങൾ താമസിക്കുന്നിടമൊക്കെ അവർക്ക് കാണാതെ പാടെ അറിയാം. പക്ഷേ എങ്കിൽ ദൈവത്തിന്റെ വലിയ കൃപ എന്ന് പറയട്ടെ, ഇതുവരെയും മറ്റ് പ്രശ്നങ്ങളൊന്നും കടന്നു വരാതെ കർത്താവ് ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു. ഞാൻ സൂം മീറ്റിംഗിൽ എല്ലാ ദിവസവും മീറ്റിംഗ് നടത്തുന്നുണ്ട്. രാവിലെ 5 മണി മുതൽ 6 മണി വരെ പ്രെയർ ഉണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി പേര് അതിനകത്ത് പ്രെയറിനകത്ത് കൂടി വരും. രാവിലത്തെ പ്രെയർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ട്. ആഴ്ചയിൽ 3 ദിവസത്തെ ബൈബിൾ സ്റ്റഡി ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ദൈവകൃപയാൽ അനേകർ അതിലേക്ക് വിശ്വസിക്കുകയും ദൈവവേല പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരെയും സൂം മീറ്റിങ്ങിനകത്ത് നമുക്ക് കയറ്റാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, പലരും പല സ്വഭാവക്കാരാണ്. നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ ചില ആൾക്കാർ, നമ്മുടെ റിപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി വളരാൻ അതിന് വലിയ താമസമൊന്നുമില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ടു പോകണ്ട. ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ശക്തനത്രേ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വായിച്ചതായ ഭേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എൻ്റെ ചെറിയ സാക്ഷ്യം ചുരുക്കത്തിൽ മാത്രം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവനാമത്തിൽ അറിയിക്കുന്നു. വായിച്ചാട്ടെ, 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. കൃപയിലും നമ്മുടെ കർത്താവായ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. ഏറ്റവും അനുഗ്രഹമായ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഒരുപക്ഷെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് അനേക സന്ദേശങ്ങൾ അല്ലെങ്കിൽ മെസ്സേജുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. കർത്താവിന്റെ ദാസൻ പത്രോസ് സഭയ്ക്ക് വേണ്ടി സന്ദേശം കൊടുക്കുമ്പോൾ സഭയുടെ അനുഭവവും സഭയുടെ പ്രശ്നങ്ങളും സഭയുടെ ഉണ്ടാകുന്ന നിന്ദകളും സഭയുടെ ഇടയിൽ നടക്കുന്നതായ പ്രതികൂലങ്ങളും കണ്ടിട്ട് പത്രോസ് സഭയോട് വിളിച്ചു പറഞ്ഞതായ, അല്ലെങ്കിൽ വിശ്വാസി ജനത്തോട് വിളിച്ചു പറഞ്ഞതായ ഒരു കാര്യമാണ് നമ്മുടെ വായിച്ച, കൃപയിലും കർത്താവിലും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. പരിജ്ഞാനത്തിൽ വളരുവാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. രക്ഷിക്കപ്പെടുക മാത്രം പോരാ, അല്ലെങ്കിൽ നമ്മൾക്ക് വിടുതൽ പ്രാപിക്കാൻ മാത്രം പോരാ, മറിച്ച് പരിജ്ഞാനത്തിൽ വളരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഏൽപ്പിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ആ പരിജ്ഞാനത്തിൽ വളരാൻ നമുക്ക് ഒരുക്കമാണെങ്കിൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും ഇന്ന് വിശുദ്ധി ആരാധനയിൽ നമ്മളെ മാനിക്കുന്ന ദൈവം നമ്മുടെ മധ്യയുണ്ട്. നമ്മളെ വിടുവിക്കുന്ന കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. നമ്മളെ സഹായിക്കുന്ന ദൈവം നമ്മുടെ മധ്യയുണ്ട്. കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിലും നമ്മുടെ കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. ഞാൻ കൂടുതൽ ഹിന്ദി വായിക്കുന്നത് കൊണ്ടാണ് മലയാളത്തിൽ എനിക്ക് എത്ര ഫ്ലുവൻ്റ് ആയിട്ട് വരാം. വെരി സോറി. അപ്പൊ മലയാളം അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ആരും നിന്ദിക്കരുത്, അങ്ങനെ പറയരുത്. കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ ബൈബിൾ ക്ലാസ് എടുക്കുന്നതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിന്റെ കൃപയിൽ വളരുവാൻ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. എത്ര പേര് കർത്താവിന്റെ കൃപയിൽ വളരാൻ ആഗ്രഹിക്കുന്നു? കർത്താവിന്റെ കൃപയിൽ വളരാൻ ആഗ്രഹിക്കാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, വരുന്നതായ പ്രതികൂലം നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്, പ്രയാസങ്ങൾ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്, നിന്ദകൾ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്, എതിർപ്പുകൾ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്, പീഡനങ്ങൾ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. എങ്കിലും ദൈവത്തിന്റെ കൃപയിൽ നിങ്ങൾ വളർന്നു കഴിയുമ്പോൾ നിങ്ങളെ തകർത്തു കളയുവാൻ ഒരു പിശാചിനും കഴിയയില്ല എന്നാണ് ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കൃപയിൽ എങ്ങനെ നമുക്ക് വളരാൻ കഴിയും? കഴിയണമെങ്കിൽ ഒന്ന്, നമുക്ക് തീർച്ചയായിട്ടും കൊലോസ്യർക്ക് ലേഖനത്തിലേക്ക് നമ്മുടെ കാഴ്ച കൊണ്ടുവരാം. കൊലോസ്യർക്ക് ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിലെ അതിന്റെ 13-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 3-ന്റെ 13-ാമത്തെ വാക്യം. തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കൃപയിൽ വളരുക എന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഗം ക്ഷമിക്കണം. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമ്മൾ അവര് ക്ഷമിക്കാതെ നമ്മൾ ദേഷ്യപ്പെടുവാനല്ല ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്, മറിച്ച് ക്ഷമയുള്ളവർ. എല്ലാവരും പറഞ്ഞാട്ടെ, ക്ഷമിക്കുന്നവനായി തീരണം.
ആമേൻ, ഹല്ലേലൂയ. ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ക്ഷമിക്കുന്നവരായി തീരണം. എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ക്ഷമയില്ലാത്ത വാക്കുകൾ ഒരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് ക്ഷമിക്ക തന്നെ വേണം. കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് അത് തന്നെയാണ്. നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ കൃപയിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്താവ്, എനിക്ക് ക്ഷമിക്കാനുള്ള ദൈവകൃപ നൽകണമേ. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, ആ കർത്താവേ, എനിക്ക് ക്ഷമിക്കാൻ, എന്റെ കൂടെയുള്ള സഹോദരിയോട് ക്ഷമിക്കാൻ, എന്റെ കൂട്ടുകാരനോട് ക്ഷമിക്കാൻ, എന്റെ സഭയോട് ഉള്ള പാസ്റ്ററോട് ക്ഷമിക്കുവാൻ, എന്റെ സഭ വിശ്വാസികളോട് ക്ഷമിക്കുവാൻ, എന്റെ ജനത്തോട് ക്ഷമിക്കുവാൻ, എന്റെ മാതാപിതാക്കളോട് ക്ഷമിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് ക്ഷമയുടെ വരദാനം നൽകിയെങ്കിൽ ദൈവത്തിന്റെ പൈതലെ പറന്നു പോകരുത്. ദൈവം നമ്മളെ പഠിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ദൈവകൃപയിൽ വളരുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവകൃപയിൽ വളരണമെങ്കിൽ ഒന്ന്, നമ്മൾ ക്ഷമ പഠിക്കുക. ക്ഷമ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവകൃപയിൽ വളരാൻ കഴിയുകയുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ കാര്യം അതിന്റെ 14-ാമത്തെ വാക്യം വായിച്ചാട്ടെ. സ്നേഹം ധരിപ്പീൻ. സ്നേഹം നമ്മുടെ ഒരു ഉടുപ്പ് നമ്മുടെ ശരീരത്തിൽ ഇടുന്നത് പോലെ സ്നേഹത്തെ നമ്മൾ ധരിക്കേണ്ടത് ആവശ്യമാകുന്നു. അതുകൊണ്ടാണ് ഒന്ന് കൊരിന്ത്യർക്ക് ലേഖനം 13-ാം അധ്യായത്തിൽ വായിക്കുന്നത്, സ്നേഹത്തെ കുറിച്ച് വലിയൊരു ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. നാം സ്വർഗത്തിലെ ദൂതന്മാരുടെ ഭാഷ പറഞ്ഞാലും, നമ്മൾ നല്ല ഭാഷ സംസാരിപ്പാൻ ആഗ്രഹിച്ചാലും, സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. സ്നേഹം, അതിന് 2-ാമത്തെ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഒന്ന് കൊരിന്ത്യർ 13-ന്റെ 2-3 വാക്യങ്ങൾ. എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം എന്നിലുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. അപ്പോ നമുക്ക് എത്രത്തോളം വരങ്ങൾ ഉണ്ടായിരുന്നിട്ടും, രോഗികളെ സൗഖ്യം കൊടുക്കാനുള്ള വരമുണ്ടായിരുന്നിട്ടും, ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാനുള്ളതായ കഴിവുണ്ടായിരുന്നിട്ടും, നമ്മുടെ ജീവിതത്തിൽ സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ കൃപയുടെ ശക്തി എന്നിമേൽ വളർത്തണമേ. എനിക്ക് ആത്മാവിൽ സ്നേഹത്തിൽ നടപ്പാനുള്ളതായ ദൈവകൃപ നൽകണമേ. സ്തോത്രം. സ്നേഹമില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ട്. ഞങ്ങൾ യൂത്ത് ഇന്ത്യയിലായിരിക്കുമ്പോൾ ഒത്തിരി പേരെ ദൈവം സൗഖ്യമാക്കിയിട്ടുണ്ട്, ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. അതിന് പറയാൻ കഥയല്ല, അനുഭവ സംഭവമാണ്. പക്ഷെ ഞങ്ങൾ അവിടെ കഹാനി എന്ന് പറയുന്നത് കൊണ്ട് പെട്ടെന്ന് കഥ എന്ന് വാക്ക് വരും. ലക്ഷ്മൺപൂർ എന്ന ഗാവിനകത്ത് ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു. ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കവേ ഒരു പ്രിയ മാതാവ്, ഏകദേശം 80-85 പ്രായമുള്ള ഒരു മാതാവ് ഞങ്ങളുടെ അടുക്കൽ, ഒത്തിരി പേര് രോഗികളെ കടന്നു വരുന്നു. പക്ഷേ ആ മാതാവിന് ചെസ്റ്റില് ക്യാൻസർ ആയിരുന്നു. അപ്പൊ ക്യാൻസർ ആയതുകൊണ്ട് അവർ കടന്നു വന്ന് ഞങ്ങളോട് പ്രാർത്ഥിച്ചു, പാദ്രി സാബ്, ഞാൻ ഹോസ്പിറ്റലിൽ കടന്നു പോകത്തില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാനിടയായി. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വെള്ളവും കൊടുത്ത് എണ്ണയും കൊടുത്തു. വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് അത് തേച്ചാൽ മതി, ദൈവം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പോയി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വ്രണം ഉണങ്ങി. സ്തോത്രം. ദൈവം അതിനെ സൗഖ്യമാക്കി. വന്നു കടന്ന് സാക്ഷ്യം പറഞ്ഞു, പാദ്രി സാബ്, ദൈവം എന്നെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞു. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരിൽ കൂടി പല വിശ്വാസികളും ആ ആരാധനാലയം, ഞങ്ങൾ ചെറിയ കാവിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നേ, ഞങ്ങൾക്ക് ഒത്തിരി വില്ലേജിലുണ്ട്, പക്ഷേങ്കിൽ ആ ഒരു ചെറിയ കാവിനകത്ത് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് അവർ കടന്നു കൂട്ടത്തിൽ ഒരു ബ്രാഹ്മൺ സ്ത്രീ അവിടെ യേശുവിൽ വിശ്വസിച്ച് കടന്നു വന്നു. അവൾക്ക് ഭർത്താവില്ല, ഒരു കുഞ്ഞെ മാത്രമേ ഉള്ളൂ. അവള് ഭയങ്കര വിശ്വാസമില്ല. പക്ഷെ അവളുടെ വീട്ടുകാരെല്ലാം എതിർപ്പുകളായിരുന്നു. കർത്താവിനെ അറിഞ്ഞതിന്റെ പേരിൽ അന്നു മുതൽ ഭയങ്കര പീഡനം അവർക്ക് കടന്നു. നമുക്ക് ആഹാരം കൊടുക്കത്തില്ല, അവർക്ക് പൈസ കൊടുക്കത്തില്ല, അവളുമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. പക്ഷെ അവൾ ഒരു കാര്യം പറഞ്ഞു, യേശു എന്റെ കൂടെയുണ്ട്, യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു, യേശു എന്നെ സൗഖ്യമാക്കുക, അതുകൊണ്ട് യേശു. അവൾ രാവിലെയും വൈകുന്നേരം ഒക്കെ ഈ പ്രഭുക്ക ധന്യവാദ് കരുങ്ക ഉസ്കെ സംഗതി മേ സദാ രഹൂങ്ക എന്നുള്ളൊരു പാട്ടുപാടിയാണ് നടക്കുന്നത്. എപ്പോഴും പാട്ടുപാടും. അവൾക്ക് വായിക്കാനൊക്കെ വളരെ വളരെ തുച്ഛമായ രീതിയിൽ ബൈബിളൊക്കെ വായിക്കും, കാരണം അത്ര വളരെ വായിക്കാൻ അറിയത്തില്ല. പക്ഷെങ്കിൽ അവൾ ഭയങ്കര പാട്ടുപാടി ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് നടക്കുക. ഒരു ദിവസം അവൾ ഇങ്ങനെ കൃഷി ചെയ്യാനായിട്ട്, അപ്പൊ കൃഷി ചെയ്യുമ്പോൾ അവിടുത്തെ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പോയി കൃഷിത്തോട്ടത്തിൽ പോകണം. കാരണം രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു 10 മണിക്ക് മുമ്പ് വീട്ടിൽ വരും. അത് കഴിഞ്ഞ പിന്നെ ഭയങ്കര വെയില.
ചൂട് കാരണം പിന്നെ അവൾക്ക് പിന്നെ കൃഷി ചെയ്യാനായിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവള് രാവിലെ കടന്നു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഉറങ്ങി കിടന്ന കുഞ്ഞിനെ കാണാനില്ല. കാരണം എന്താ പറയുമ്പോൾ അവളുടെ അനിയത്തി കടന്നു വന്നിട്ട് ഈ ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ ശരീരത്തിൽ മേലെ തലേണ വെച്ചിട്ട് കുഞ്ഞിനെ ഞെരുക്കി കൊന്നു. കുഞ്ഞ് മരിച്ചുപോയി. നടന്ന സംഭവമാണ്. കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുഞ്ഞിനെ അവളൊരു ബാഗിനകത്ത് കെട്ടി സിബ് ഇട്ടിട്ട് അവൾ വെള്ളം കോരുന്ന കിണറ്റിൽ കൊണ്ട് ഇട്ടിച്ചു. എന്നിട്ട് അവള് കടന്നു വന്നത് ഈ കുഞ്ഞിനെ കാണാത്തിന്റെ അവളുടെ പേരെല്ലാം ഇവിടെ വിളിച്ചപ്പോൾ അടുത്താണ് അവൾ താമസിക്കുന്നത്. അവൾ ഓടിക്കടന്നു ചോദിച്ചു, എന്തുവാടി ഇതിന്റെ കുഞ്ഞെന്തിയെ, നീ കൊന്നതായിരിക്കുമെന്ന് അവൾ തന്നെ ഇങ്ങോട്ട് പറയാനുണ്ട്. അനിയത്തി ചേച്ചിയോട് പറയുക. ചേച്ചി ഭയങ്കര വിശ്വാസത്തെ, നീ യേശുവിനെ അറിഞ്ഞില്ല, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം ചിലപ്പോൾ നിന്റെ കുഞ്ഞിനെ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞു. അവളെ കളിയാക്കാൻ തുടങ്ങി. അവൾ ഒന്നും മിണ്ടിയില്ല. അവൾ പറഞ്ഞു, എന്റെ യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് അവൾ പറഞ്ഞ് അവളെ ഒക്കെ നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവൾ തന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 500-ലധികം ആൾക്കാർ ഭവനത്തിന് ചുറ്റും വില്ലേജുള്ള ആൾക്കാരെല്ലാം വന്നു കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടവർക്ക് ബോധം തോന്നുന്നു, എനിക്ക് വെള്ളം കോരിയപ്പോഴത്തേക്ക് അതിനകത്ത് ഈ ബാഗ് ഇങ്ങനെ ഈ കപ്പിക്കകത്ത് ഇങ്ങനെ കയറി കൊണ്ടു അവൾ ബാഗ് എടുത്ത് നേരെ ആ കട്ടിന്റെ അടിയിൽ കൊണ്ടങ്ങ് ഇട്ടേച്ചിട്ട് അവൾ വീണ്ടും അവിടെ എല്ലാം വിളിച്ച് നടക്കുക. ആൾക്കാർ കൂടുന്നു, നിന്റെ കുഞ്ഞന്തിയെ. അപ്പൊ അവക്കൊരു സംശയമായപ്പോ എന്റെ കുഞ്ഞന്തിയെ ഒരു പിടിയും കിട്ടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് പെട്ടെന്നൊരു ബോധം വന്ന്, ഞാൻ കിണറ്റിൽ നിന്ന് എടുത്തത് ബാഗ് എന്തായിരിക്കും, ഓടിച്ചെന്ന് ബാഗ് നോക്കുമ്പോൾ കുഞ്ഞ് മരിച്ചിരിക്കുന്ന അവസ്ഥയാണ്. കുഞ്ഞെല്ലാം നനഞ്ഞു മരിച്ചുപോയ അവസ്ഥ. ആ കുഞ്ഞിനെ എടുത്ത് അവൾക്ക് കരയണമോ അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നറിയത്തില്ല. പക്ഷെ അവൾ പറഞ്ഞു, പോലീസ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നീ ഇതിനകത്ത് സൈൻ ചെയ്യ്, നിനക്കിപ്പോ ജയിലിൽ പോകേണ്ടി വരും. അവൾ പറഞ്ഞു, ഇല്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ അവസരം നൽകണമെന്ന് പറഞ്ഞു. അവൾ പ്രാർത്ഥിക്കാനായിട്ട് എടുത്ത് ആ എല്ലാവരുടെ മധ്യത്തിൽ മുറ്റത്തിൽ വെച്ചിട്ട് അവൾ മുട്ടിമേൽ പ്രാർത്ഥിക്കുക, വെയിലത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, അബ്രഹാമിന്റെ ദൈവം, ഈസാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവമായിരിക്കുന്ന കർത്താവേ, ഈ കുഞ്ഞിനെ നീ എനിക്ക് വിടുവിക്കണമേ, ഈ കുഞ്ഞിനെ ജീവൻ തിരിച്ചറിയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ചുരുക്കത്തിൽ പറയട്ടെ, 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊച്ചിന് ജീവൻ കടന്നു വന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി. അത് ഞാൻ പ്രാർത്ഥിച്ച് ദൈവം സഭയ്ക്ക് കൊടുത്തതല്ല, മറിച്ച് ആ വിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീ, ഒരു അറിവില്ലാത്ത ഒരു സ്ത്രീ ദൈവത്തിന്റെ മുൻപാകെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ആ കുഞ്ഞിന് ജീവനെ കൊടുത്തെങ്കിൽ, പ്രിയ ദൈവദാസിയെ, യേശുവിനെ അറിഞ്ഞ നീ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നീ, വർഷങ്ങളോളം പാരമ്പര്യമുള്ള ദൈവ പൈതലേ, നീ പ്രാർത്ഥിച്ചാൽ നിന്റെ രോഗത്തെ മാറ്റിമറിക്കുവാൻ, നീ പ്രാർത്ഥിച്ചാൽ നിന്റെ മരണത്തെ മാറ്റിമറിക്കുവാൻ, നീ പ്രാർത്ഥിച്ചാൽ ജീവനെ മടക്കി തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എന്റെ രോഗത്തെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും, എനിക്ക് വിടുതൽ നൽകാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇതൊരു കഥയല്ല, നടന്ന സംഭവമെങ്കിൽ ഇന്ന് പകൽക്കാലം ഒഴുകലിന്റെ സാക്ഷ്യം ദൈവം നിന്റെ ജീവിതത്തിൽ തരുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ഈ പ്രതികൂലത്തിന്റെ നടുവിലും ഈ പ്രയാസത്തിന്റെ നടുവിലും ഇതാ നിന്റെ ജീവിതത്തിൽ നിന്നിൽ കൂടെ അനേകർ സൗഖ്യമാകാൻ പോകുകയാണ്. ദൈവത്തിന്റെ പൈതലെ, ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഒരു ആലോചന നൽകാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ എനിക്ക് ശുശ്രൂഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്ക് ആകെ പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം ഞാൻ വളരെയധികം ഞൊരുക്കി, എന്നെ ആരും കാണുന്നില്ല, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് പണമില്ലാമെന്ന് നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ ആ സ്ത്രീ ഒന്ന് കാണണം. അവൾക്ക് ഒരു സൗന്ദര്യമില്ലായിരുന്നു, ഒരു വിദ്യാഭ്യാസമില്ലായിരുന്നു. അവളെ ദൈവം ഉപയോഗിച്ചെങ്കിൽ നിന്നെയും ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. Praise the Lord. പ്രിയ ദൈവത്തിലെ, അങ്ങനെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെ ചെയ്തിരിക്കും. അങ്ങനെയാണ് എനിക്കെതിരായി പ്രതികൂലങ്ങൾക്ക് ഒത്തിരി കേസുകളുണ്ട്. ഒരു കേസ് കൂടെ പറഞ്ഞുതരാം. ഒരു ദൈവദാസിക്ക് സേവ് സെല്ലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവരുടെ ജീവിതത്തിനകത്ത് അവർ ബൈബിൾ വായിച്ചപ്പോൾ, ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കവേ അവർ പറഞ്ഞ്, ഇനി മേലാൽ ബൈബിൾ വായിക്കരുത്. ഭർത്താവ് പറഞ്ഞു, ഒത്തിരി ഉപദ്രവിച്ചു. അവൾ പറഞ്ഞു, ഞാൻ ഈ ബൈബിൾ വായിക്കും. തുണിയെല്ലാം കൂടെ വാരിയിട്ട് ബൈബിളും എടുത്ത് അതിന്റെ മണ്ടക്കിട്ടേച്ച് അതിനകത്ത് പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചു. ഞങ്ങളിവിടെ 3 ദിവസത്തെ ഉപവാസപ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. തീ കത്തിക്കൊണ്ടിരിക്കവേ അവൾ ദൈവത്തോട്, കർത്താവേ, എനിക്കൊരാശ്രയം വേദപുസ്തകമാണ്, അങ്ങ് മാത്രമാണ്. പക്ഷെ എങ്കിൽ ഇപ്പോൾ എന്റെ ഭർത്താവ് മുഖാന്തരം ഈ വേദപുസ്തകം നശിക്കുകയാണോ എന്ന് പറഞ്ഞു. അവൾ മുട്ടിമേൽ കണ്ണുനീരിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുണികൾ മുഴുവനും കത്തി നശിച്ചിട്ടും ബൈബിൾ കത്തിയില്ല. അതെടുത്തും കൊണ്ട് എന്റെ അടുക്കൽ കടന്നു വന്നു ആ ഭാര്യയും ഭർത്താവ് പറഞ്ഞു, പാസ്റ്റർജി,
ഞാൻ ഇത്ര നാൾ യേശുവിൽ വിശ്വസിച്ചില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലെ, അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം ഇന്നും നമ്മുടെ മധ്യ ഉണ്ട്. നമ്മുടെ മധ്യ ദൈവം ഉണ്ട്. അവൻ വിടുവിക്കുന്ന ദൈവമാണ്. ഒത്തിരി സാക്ഷ്യങ്ങൾ എനിക്ക് നിങ്ങളോട് കൂടി പറയണമെന്നുണ്ട്. പക്ഷേ ദൈവത്തിന് വേണ്ടി ചുരുക്കത്തിൽ പറഞ്ഞു നിർത്തട്ടെ. ഈ ദിവസങ്ങളിൽ ഈ പ്രതികൂലയുടെ നടുവിൽ നിൽക്കുമ്പോൾ, ഈ എതിർപ്പുകളുടെ നടുവിൽ നിൽക്കുമ്പോൾ, ദൈവവചനത്തിന് നിങ്ങൾ കൃപയിൽ വളരണം. നിങ്ങൾ കൃപയിൽ വളരണം. ഓരോ ദിവസം കൃപയിൽ വളരുവാൻ നീ ഒരുക്കമാണ് എങ്കിൽ, കൃപ എന്ന് പറഞ്ഞാൽ നീ ക്ഷമിക്കുന്നവളായിരിക്കണം. അടുത്തതെന്ന് പറയുന്നത് നീ സ്നേഹിക്കുന്നതായിരിക്കണം. നിനക്ക് വരങ്ങളെല്ലാം ഉണ്ടെങ്കിലും, നിനക്ക് കൃപാവരങ്ങളെല്ലാം ഉണ്ടെങ്കിലും, സൗഖ്യം കൊടുക്കുന്നതായി സകല അനുഗ്രഹങ്ങൾ നിന്റെ ഉണ്ടെങ്കിലും, പക്ഷെ സ്നേഹം നിന്റെ ഉള്ളിൽ ഇല്ല എങ്കിൽ നീ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പകൽക്കാല ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, സ്നേഹത്തിൽ വളരുവാൻ. സ്നേഹത്തിൽ വളരുവാൻ ഇന്ന് പകൽക്കാല ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത് അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ചാട്ടെ. കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ട്, അതിനായിട്ടല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർത്തുകൊള്ളണം, സമാധാനം ആചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവജനത്തെ നമ്മൾ ഏൽപ്പിക്കുന്നു. നമ്മളെ സമാധാനക്കേടുണ്ടാക്കാനല്ല ദൈവം നമ്മളെ വിളിപ്പിച്ചത്. സഭയ്ക്കകത്ത് സമാധാനം, എന്തെങ്കിലും പ്രശ്നം കടന്ന്, സാരമില്ല സഹോദരി, സാധുരമില്ല സഹോദര, അച്ഛാ സാരമില്ല, അമ്മാമ സാരമില്ല, അങ്കിളെ കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതം ചെയ്യും. സമാധാനം ഉണ്ടാക്കാനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാല കൃപയിൽ വളരുക എന്ന് പറയുന്നത്, നീ സഭയ്ക്കുള്ളിൽ സമാധാനം ഉണ്ടാക്കണം, കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാക്കണം. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി വിളിച്ചു പറയുന്നു, സമാധാനക്കേടിനല്ല ദൈവം നിന്നെ വിളിച്ചത്. അടുത്തത് അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ താഴെ തന്നെ വീണ്ടും വായിച്ചാട്ടെ. അതിനായല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടും ഇരിക്കുന്നത്, നന്ദിയുള്ളവരായും ഇരിപ്പീൻ. നന്ദിയുള്ളവരായിരിപ്പീൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. എവറി ടൈംസ് യു ആർ ഗിവ് ദ താങ്ക്സ് ടു ദ ലോർഡ്. ആമേൻ. നന്ദിയുള്ളവരായിരിക്കണം. എപ്പോഴാരും എന്ത് തന്നാലും കുഴപ്പമില്ല, അത് ചുമ്മാ വെറുതെ കൊണ്ടു തന്നതാ, അങ്ങനെ പറയരുത്. പക്ഷെ പറയണം, കർത്താവ് നൽകിനായി ഓർത്ത് സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവദാസി അനുഗ്രഹിക്കട്ടെ, ആ ദൈവദാസനെ അനുഗ്രഹിക്കട്ടെ. 1 രൂപ തന്നിരുന്നാലും നന്ദി പറയണം. 50 പൈസ തന്നാലും പറയണം, അയ്യോ ഇത് കുറഞ്ഞു പോയതുള്ളൂ പറഞ്ഞുകൊണ്ട് നമ്മൾ പിഴുക്കാതെ, മറിച്ച് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കണം, ഇതെനിക്ക് ദൈവം നൽകിയതായി സ്തോത്രം, നന്ദിയുള്ളവനായി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതിനാ കർത്താവ് നിങ്ങൾ കൃപയിൽ എന്ത് ചെയ്യണം? വളരണം. കാരണം ഇന്നത്തെ കാലത്ത് വളരെ അനുവദിക്കത്തില്ല. ഇന്നത്തെ കാലത്ത് നടക്കുന്നതെന്ന് അറിയാമോ? സൗഖ്യവും വിടുതലും. വേണ്ട എന്നല്ല, ഇത് വേണം. പക്ഷെ സൗഖ്യവും വിടുതലും കിട്ടിയതിന് ശേഷം കൃപയിൽ വളരാൻ കൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർ കൃപയിൽ വളരുവാൻ ആഗ്രഹിക്കുന്നു. ഒരു വൃക്ഷം നട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അത് വളർന്നു വരണ് ഫലം കായ്ക്കുമോ ഇല്ലയോ എന്നാണ്. ഒരു കുഞ്ഞ് നമുക്കുണ്ടെങ്കിൽ കുഞ്ഞ് ദിവസം തോറും വളരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, ഒരു വൃക്ഷം നട്ടാൽ അത് വളരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം ആഗ്രഹിക്കുന്നു. നീ ഒരു വൃക്ഷമായി മാറണം, നീ ഫലം കായ്ക്കുന്ന വൃക്ഷമായി മാറണം, നീ ദൈവത്തിന് കൃപയ്ക്ക് ഒത്തവണ്ണം വളരുന്നവനായി തീരണം. ഇന്ന് പകൽക്കാലം അതിനു വേണ്ടി നീ ഒരുക്കി കൊടുത്താൽ, നിന്നെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവം നിന്നെ മാനിപ്പാൻ ശക്തനത്രേ. ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ, അതിന്റെ 16-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും, ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടു കൂടി നിങ്ങളിൽ വസിക്കട്ടെ. ആമേൻ. ആത്മീയ ഗീതങ്ങളാലും. നമ്മൾ പല പാട്ടുകൾ പാടാറുണ്ട്, പക്ഷെ നമ്മുടെ പാട്ട് പാടുമ്പോൾ ആത്മാവിൽ നിന്നുകൊണ്ട് പാടണം. ആത്മാവിൽ പാടുമ്പോഴുണ്ടല്ലോ, കൂടിയിരിക്കുന്ന അറിയാതെ ആത്മാവിൽ ആരാധിക്കാൻ തുടർന്ന് വരും. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തും, ദൈവത്തെ സ്തുതിക്കും. കാരണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആത്മീയ ഗീത ഗായകൻ. ചിലർ പാട്ട് പാടുന്നത് മറ്റുള്ളവരെ കാണിക്കാനല്ല, മറ്റുള്ളവരെ കാണിക്കാൻ മാത്രമല്ല, ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ പ്രശംസിപ്പിക്കാൻ വേണ്ടി മാത്രം പാടും, അതല്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ആത്മാവിൽ പാടുന്ന ഒരു ദൈവവചനേ, ദൈവത്തിന്റെ പൈതലെ, നിന്നെ മാനിപ്പാൻ ദൈവത്തിന് കഴിയും. ആ പാട്ട് മുഖാന്തരം ഒരു രോഗി സൗഖ്യമാകും. എത്രയും പേര് സൗഖ്യമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറയാൻ കഴിയും. കാരണം ഒത്തിരി അനുഭവങ്ങൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്.
ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഓർപ്പാൻ, ആത്മാവിൽ പാടാനായിട്ട് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് ആത്മാവിൽ പാടണം. ആത്മീയ ഗീതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്വർഗീയ വചനങ്ങൾ, ഹല്ലേലൂയ, പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് വേണ്ടി തരുമ്പോൾ നിങ്ങൾ പുറകോട്ട് ഓടുവാനല്ല, മറ്റുള്ളവരെ കാണിപ്പാനല്ല, ആത്മീയ ഗീതങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അനേകർ സൗഖ്യം പ്രാപിക്കും. നിന്റെ പാട്ടിൽ കൂടി അനേകർ വിടുതൽ പ്രാപിപ്പാനിടവരും. അവസാനത്തെ വാക്യം ഇവിടെ വായിച്ച് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 17-ാമത്തെ വാക്യം. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു. ആമേൻ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. ആമേൻ. അപ്പൊ എന്ത് ചെയ്താലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. കൊറോണ വന്നപ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്തെന്ന് അറിയാം. പക്ഷെ ഇത് കൊറോണ നമ്മളെ പലതും പഠിപ്പിച്ചു. ആമേൻ, സ്തോത്രം. ഒന്ന്, സുന്ദരമായ മുഖത്തെ മറച്ചിടാനായിട്ട് നമ്മൾ പഠിപ്പിച്ചു, അല്ലേ? പിന്നെ കൊറോണ നമ്മൾ വേറെ ഒന്നുകൂടെ പഠിപ്പിച്ചു. എന്നാന്നറിയാമോ? ഈ സന്തോഷമായ ചിരി ആരും കാണിക്കാൻ കൊള്ളുകയില്ല എന്ന് പഠിപ്പിച്ചു, അല്ലേ? മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമോ നമ്മുടെ ചിരി? ഇല്ല. പിന്നെന്താ പഠിപ്പിച്ചറിയുമോ? എത്ര ബന്ധക്കാരായിരുന്നാലും, അല്ലേ? എന്ന് പറഞ്ഞാല് പ്രസവിച്ച മാതാവായിരുന്നാലും, സഹോദരങ്ങളായിരുന്നാലും, ഭർത്താവായിരുന്നാലും, കൊറോണ നമ്മൾ എന്ത് ചെയ്തു? അകറ്റി നിർത്തി. പക്ഷെ ക്രിസ്തു നമ്മളെ അകറ്റാനല്ല, ക്രിസ്തു നമ്മളെ ചേർക്കാനാ കടന്നു വന്നത്. ആമേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ പഠിപ്പിച്ച പല പാഠങ്ങൾ എനിക്ക് തന്ന സമയം കഴിഞ്ഞു പോയി. പക്ഷെ ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം കൃപയിൽ വളരാൻ നമ്മൾ ആഗ്രഹിച്ചാൽ ദൈവം നമ്മളെ വളർത്തുക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമോ? 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവം, എനിക്ക് ക്രിസ്തുവിന്റെ കൃപയിൽ ഒന്ന് വളരണം, എനിക്ക് കർത്താവിന്റെ വചനത്തിൽ ഒന്ന് വളരണം, കർത്താവിന്റെ വചനത്തിൽ എനിക്ക് വളരുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ സഹായിക്കണം. എല്ലാവരും ദൈവത്തിന് അല്പസമയം മുട്ടിമ്പിൽ നിന്നാട്ടെ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. കർത്താവേ, എനിക്ക് ഈ ദിവസങ്ങൾ പ്രതികൂലം കടന്നു വരുമ്പോൾ, ഈ ദിവസങ്ങൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ പുറകോട്ട് ഓടുന്നവനല്ല. ഞാൻ ഹല്ലേലൂയ മുന്നോട്ട് വിശ്വസ്തയോടെ കൃപയാൽ വളരുവാൻ തക്കവണ്ണം കർത്താവേ ഇന്ന് ഇടയാക്കണമെന്ന് എത്ര പേര് ഇന്ന് പകൽക്കാലം പറയാൻ താല്പര്യമുണ്ട്? എത്ര പേര് ഒരുങ്ങുവാൻ താല്പര്യമുണ്ട്? കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ ശബ്ദം ദൈവത്തിന് മുൻപിൽ തുറന്നാട്ടെ. കർത്താവേ, എനിക്ക് കൃപയിൽ വളരുവാൻ എനിക്ക് കൃപ നൽകണമേ, ക്ഷമിക്കാനുള്ള കൃപ നൽകണമേ, സ്നേഹിപ്പാനുള്ള കൃപ നൽകണമേ, സമാധാനം ആചരിപ്പാനുള്ള കൃപ നൽകണമേ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എല്ലാവരും ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. കർത്താവ്, എനിക്ക് കർത്താവിന്റെ കൃപയിൽ വളരുവാൻ നീ എനിക്ക് കൃപ നൽകിയേ മതിയാവൂ. കർത്താവെ, ലോകം ഞങ്ങൾക്കെതിരായി നിൽക്കുന്നു, ലോകം ഞങ്ങൾക്ക് സമാധാനം നൽകുന്നില്ല. ലോകം ഞങ്ങൾക്ക് രക്ഷ തരുന്നില്ല. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി രക്ഷ തന്നവനായ യേശുവേ, എനിക്ക് കൃപയിൽ വളരുവാൻ കൃപ നൽകണമേ. ഏൽപ്പിച്ചു കൊടുത്തൊന്ന് പ്രാർത്ഥിക്കാമോ? ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ നിന്ന് ഇരിക്കാമോ? ദൈവം, എനിക്ക് കൃപ നൽകിയേ മതിയാവൂ. എനിക്ക് ദൈവകൃപയിൽ വളരുവാനുള്ള ശക്തി എന്റെ ജീവിതത്തിന് മേൽ നൽകണമേ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഈ ചെന്നൈയുടെ പ്രദേശത്ത് അല്ലെങ്കിൽ വെള്ളൂരിന്റെ പ്രദേശത്ത് ഞങ്ങൾക്ക് ഇപ്രകാരം കടന്നു വരുവാൻ കർത്താവിന്റെ പ്രിയ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സൗമ്യൽ വർഗീസ്, അതിന്റെ പ്രിയ ആന്റിയും അവരുടെ സഭയോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിപ്പാൻ അല്പസമയം ദൈവജനം ചിന്തിപ്പാൻ ഇടയാക്കിയതിനായി സ്തോത്രം. കർത്താവെ, നീ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഈ കേട്ട വചനം ഇവരുടെ ജീവിതത്തിലുമേൽ 30 60 100 വിളവ് കടന്നു വരുവാൻ ഈ കാലഘട്ടത്തിൽ കർത്താവിൽ നിന്നുകൊണ്ട് കൃപയിൽ വളരുവാനുള്ള കൃപ നീ, പരിജ്ഞാനം നീ കൊടുക്കണമേ. അവരെ അനുഗ്രഹിക്കണമേ. ഇത്രത്തോളം സഹായിച്ചതിനായി മാനിച്ചതിനായി സ്തോത്രം. അടിയനെ ദൈവദിനത്തിലെ പറയുവാനുള്ള ശക്തി നൽകിയതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിന്റെ പിതാവേ, എനിക്ക് അവസരം നൽകിയ കർത്താവിന്റെ ദാസനും വിലയേറിയദാസന് നന്ദി, ആന്റിക്ക് നന്ദി, അവരുടെ സഭ വിശ്വാസികൾക്ക് നന്ദി. എല്ലാവരും എന്നെ ഇങ്ങോട്ട് അയച്ചതായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിനോയും കഞ്ചിപുരത്തിനും നന്ദി. കർത്താവ്. താങ്ക് യു.